ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പോൾ ഏറ്റവും പുതിയൊരു ടോപ്പിക്കാണ് PSC പ്രായപരിധി ഉയർത്തുമോ എന്നാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് PSCയുടെ പ്രായപരിധി നമുക്കറിയാം. ഇപ്പോൾ PSCയുടെ പ്രായപരിധി എത്രയാണെന്ന് നമുക്കറിയാം. 18 മുതൽ 36 വരെയാണ്. 18, 36 ആണ്. ഈ 18, 36 എന്നുള്ളത് 36 ഉയർത്തുമോ എന്നതാണ് നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ. നമുക്ക് പല രീതിയിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നുണ്ട്. നമുക്കറിയാം ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ എന്താണ് മുഖ്യമന്ത്രിക്ക് നിവേദനം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെന്ത് ചെയ്തു, മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കാരണം 36 വയസ്സ് എന്നുള്ളത് 40 വയസ്സെങ്കിലും ആക്കി ഉയർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിന്റെ വ്യക്തമായ കാരണം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വന്നതാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി നിലവിൽ വരുമ്പോൾ പെൻഷൻ പ്രായം 56 ആയിരുന്നു. 56 വയസ്സായിരുന്നു. അതായത് 2013 ഏപ്രിൽ 1-നാണ് പങ്കാളിത്ത പെൻഷൻ നിലവിൽ വരുന്നത്. 2013 ഏപ്രിൽ 1-ന് ഈ പങ്കാളിത്ത പെൻഷൻ വന്നതോടുകൂടി ഇവിടെ ആ ഒരു 2013 ഏപ്രിൽ 1-ന് ശേഷം നിയമിതരാകുന്ന ജീവനക്കാർക്ക് വിരമിക്കൽ പ്രായം 60 വയസ്സായി. അതിനു മുൻപ് വരെയുള്ളത് 2013 മാർച്ച് മാസം 31-ാം തീയതി വരെയുള്ളവർക്കാണ് 56 വയസ്സ് എന്ന് പറയുന്ന പ്രായപരിധി. അതിനുശേഷം 2013 ഏപ്രിൽ 1-ന് ശേഷം നിയമിതരാകുന്ന ജീവനക്കാർക്ക് 60 വയസ്സാണ് പ്രായപരിധി. പക്ഷേ ഇതിനനുസരിച്ച് PSC എന്താണ് അപേക്ഷ സമർപ്പിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചിട്ടുമില്ല. നമുക്കറിയാം ഒരുപാട് കാലം നമുക്ക് കൊറോണ കൊണ്ട് നമ്മുടെ വർഷം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് എന്താണ് വർഷം നമുക്ക് നഷ്ടപ്പെട്ടു വരുന്നുണ്ട്. പല കേന്ദ്ര സർക്കാർ ജോലികൾക്ക് ഉൾപ്പെടെ ഈ ഒരു സമയത്ത് എന്താണ് പ്രായം കൂട്ടിക്കൊടുത്ത് അവർക്ക് ആനുപാതികമായ ആ ഒരു അർഹത അവർക്ക് കിട്ടിയതുമാണ്. എന്നാൽ നമ്മുടെ കേരള PSCയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു കാര്യവും നമ്മുടെ ഇതിലേക്ക് വന്നിട്ടില്ല. നമുക്ക് ഒരു തരത്തിലും ഇതിന് എന്താണ് പ്രായം കൂട്ടിത്തരികയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കറിയാം അധ്യാപക തസ്തികൾക്ക് 40 ആണ്, ചില തസ്തികൾക്ക് 40 ആണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ 40 എന്ന് സാധാരണ രീതിയിലുള്ള എല്ലാ പരീക്ഷകൾക്കും ആക്കിക്കൂടാ? മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? അതായത് ക്ലറിക്കൽ ജീവനക്കാർ അവരുടെ യോഗ്യത ഇപ്പൊ നമുക്കറിയാം ക്ലർക്ക് പരീക്ഷയ്ക്ക് 10-ാം ക്ലാസ് ആണ്. അത് മിനിമം +2 ആക്കണമെന്ന ഒരു കാര്യം കൂടി അവരുടെ ഇടയിൽ ചർച്ചയാകുന്നുണ്ട്. മിനിമം +2 യോഗ്യതയാക്കണം ക്ലർക്കിന്റെ, അതായത് LD ക്ലർക്കിന്റെ യോഗ്യത മിനിമം +2 ആക്കണം എന്ന് പറയുന്ന ഒരു ചർച്ച കൂടി ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ വരട്ടെ, വരുന്ന മുറക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിലാണ് നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്. നമ്മൾ എന്താണ് ഉദ്യോഗാർത്ഥി സമൂഹം ഒരുപാട് തവണ സർക്കാരിന് മുന്നിലേക്ക് പറയുകയാണ് ഒരു 40 വയസ്സ് വരെയെങ്കിലും ആക്കണം എന്ന്. അതായത് 18 to 40 എന്ന് പറയുന്ന രീതിയിലേക്ക് ഉയർത്തണം. നോക്കുക, തെലങ്കാനയിൽ 46 വയസ്സാണ്, ഗോവയിൽ 42 വയസ്സാണ്, ആന്ധ്രാപ്രദേശിൽ 42, ഒഡീഷയും ഹരിയാനയും ഉത്തരാഖണ്ഡും 42 വയസ്സ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് 40 വയസ്സ്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് ഇതിനനുസരിച്ച് പ്രായം ഉയർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം ഉയർത്തി കൊടുത്തുകൂടാ? ഭരണപരിഷ്കരണ കമ്മീഷൻ അടക്കം അല്ലെങ്കിൽ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അടക്കം പലപ്പോഴും ഈ ഒരു കാര്യം പരിഗണിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സർക്കാർ എന്താണ് അത് വലിയ രീതിയിൽ കൈക്കൊണ്ടിട്ടില്ല. എന്നാൽ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു ചർച്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് നമുക്ക് ഏകദേശം ലഭ്യമായിട്ടുണ്ട്. അതായത് വരുന്ന ബജറ്റിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഈ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ, അതായത് നമുക്കറിയാം ജനുവരി 29-നാണ് ബജറ്റ് വരുന്നത്. ആ ഒരു സമയത്തോ അതല്ലെങ്കിൽ അത് കഴിഞ്ഞോ എന്താണ് ഈ ഒരു പ്രായവർദ്ധനവ് സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ 18 to 40 ആക്കാനുള്ള സാധ്യതയിലേക്ക് നമ്മൾ എന്താണ് എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇതൊരു എന്താണ് ബില്ലോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടൊന്നും പോയിട്ടില്ലെങ്കിൽ, ഒരു ഫയലായിട്ടൊന്നും അവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിലൊരു ചർച്ച സർക്കാർ സംവിധാനങ്ങൾക്കിടയിൽ ഉണ്ട്. പ്രത്യേകിച്ച് എന്താണ് നമ്മുടെ ഭരണപക്ഷ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ചർച്ച ഉണ്ട് എന്ന് നമുക്ക് അറിവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് ഈ ഒരു 40 വയസ്സ്, അതായത് 4 വർഷം കൂടി, അതായത് 36 കഴിഞ്ഞ് 40 കഴിയാത്ത ആളുകളുണ്ട്. അവർ എന്താണ് ആകാംക്ഷയോടെ അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ ഏറ്റവും മികച്ച ഒരു തീരുമാനത്തിനായി. ഉദ്യോഗാർത്ഥികൾക്ക് ഒരു 4 വർഷം കൂട്ടിക്കൊടുക്കുക എന്നുള്ളത് ഏറ്റവും മികച്ച തീരുമാനം തന്നെ ആയിരിക്കും ഈ ഒരു ജനകീയ സർക്കാരിന്റെ ഭാഗത്തു നിന്നാകുമ്പോൾ. അങ്ങനെ ഒരു തീരുമാനം എന്താണ് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഏജ് ഉയർത്തി കൃത്യമായി കൊടുക്കേണ്ട ആവശ്യകതയാണ് പലതും നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പല ആളുകളും, അതായത് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗാർത്ഥി സമൂഹം ഒന്നാകെ ആവശ്യപ്പെടുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഏജ് വർധനവ്. അതായത് പ്രതീക്ഷയോടെ തന്നെ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സർക്കാരിന്റെ ഏറ്റവും പുതിയ ഒരു പ്രഖ്യാപനത്തെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് നമ്മളും മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലൊരു ചെറിയ സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സൂചന മാത്രമാണ്.
ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കില്ല. പക്ഷെ എന്നിരുന്നാലും 18 ടു 36 എന്നുള്ളത് മാറ്റി 36-ൽ നിന്ന് കുറച്ചൊരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു വാർത്തക്ക് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. പലരും എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതായത് ഉദ്യോഗാർത്ഥി സമൂഹം ഒരുപാട് പേര് ഈ ഒരു ഏജ് കൂട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായ നടപടികളൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു നടപടിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് സർക്കാരിന് മുന്നിൽ നമ്മൾ വെക്കുകയാണ്. ഈ ഒരു ബജറ്റിലെങ്കിലും ഇത്തരത്തിലൊരു പ്രഖ്യാപനം, ഏറ്റവും ശുഭകരമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിലൊരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. അങ്ങനെ ആ ഒരു വാക്കുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു വാർത്തക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.